നമസ്കാരം. ഏതാണ്ട് 490ഓളം ആശുപത്രികളിൽ കഴിഞ്ഞ മാർച്ചിൽ UNA എന്ന സ്വകാര്യ ആശുപത്രികളിലെ ഏക സംഘടന സമരം പ്രഖ്യാപിക്കുന്നു. മഹാഭൂരിപക്ഷം ആശുപത്രികളും സമരത്തിലേക്ക് പോകാതെ തന്നെ ചർച്ച നടത്തി ഏതാണ്ട് 6,000 മുതൽ 16,000 രൂപ വരെ ഇടക്കാലാശ്വാസമായി പ്രഖ്യാപിക്കുന്നു. എന്നുവെച്ചാൽ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തേക്കാൾ കുറഞ്ഞത് 6,000 വർധനവ്, ചില കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 16,000 രൂപ വർധനവ്. ചർച്ച നടത്തി എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് മിക്ക ആശുപത്രികളും സമരം പിൻവലിക്കുന്നു. കുറച്ച് ആശുപത്രികൾ മാത്രം വൈമുഖ്യം കാണിക്കുന്നു, അവിടെ സമരം ആരംഭിക്കുന്നു. സമരം ആരംഭിച്ച് ആഴ്ചകൾക്കുള്ളിൽ ഓരോരോ ആശുപത്രികൾ ചർച്ച നടത്തി പുതിയ പാക്കേജ് പ്രഖ്യാപിച്ച് സമരം പിൻവലിക്കുന്നു. എന്നാൽ തൃശൂർ രൂപതയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ജൂബിലിയും CMI സഭയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള അമലയും ഇതിനൊന്നും വഴങ്ങുന്നില്ല. അവിടെ സമരം നീണ്ടുപോകുന്നു. ജൂബിലി ആശുപത്രി തൃശൂർ രൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിൽ ജിഹാദികൾ സഭയെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ഇത് എന്ന തരത്തിൽ പ്രചരണം അഴിച്ചുവിടുന്നു. അതിൻ്റെ ലക്ഷ്യം രണ്ടായിരുന്നു. വിശ്വാസ സമൂഹത്തിനിടയിൽ ഒരു വികാരമുണ്ടാക്കി നേഴ്സിംഗ് സംഘടനയെ തകർക്കുക, നേഴ്സുമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാതിരിക്കുക, ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നും ജോലിയില്ലാത്ത നേഴ്സുമാരെയും മറ്റും കൊണ്ടുവന്ന് ആശുപത്രി പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുക. ജൂബിലി ഒരു പരിധിവരെ അതിൽ വിജയിച്ചു. എന്നാൽ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അമല സമരം ഒത്തുതീർക്കാൻ തയ്യാറാകാതിരുന്നതോടെ വലിയ സാമ്പത്തിക നഷ്ടം അവർക്കുണ്ടായി. അവർക്ക് ആശുപത്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതായി. പല വാർഡുകളും അടച്ചുപൂട്ടേണ്ട സാഹചര്യമുണ്ടായി. സമരം അവസാനിപ്പിക്കാൻ ഒരുക്കമാണെന്ന് CMI സഭാ നേതൃത്വവും അമല മാനേജ്മെൻറ്റും പലതവണ നഴ്സിംഗ് സമൂഹത്തോട് പറഞ്ഞെങ്കിലും അവർ തന്നെ വെളിപ്പെടുത്തി ചർച്ചയ്ക്ക് പോലും സാധിക്കാത്തതിൻ്റെ കാരണം മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ പിടിവാശിയാണെന്ന്. ജൂബിലി സഭാ സമൂഹത്തിന്റെ പിന്തുണയോടെ പിടിച്ചു നിന്നപ്പോൾ അമല വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങി. നിരവധി ചർച്ചകൾക്ക് ശ്രമിച്ചു. ഒരു തരത്തിലും വഴങ്ങാത്ത നിലപാടായിരുന്നു മാനേജ്മെന്റിൻ്റേത്. മന്ത്രി K മുരളീധരനും ബിന്ദു കൃഷ്ണയും 2 തവണ ചർച്ചയ്ക്ക് വിളിച്ചു. 2 തവണയും ചർച്ചകൾ പൂർത്തിയാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മെത്രാനോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞാണ് ഈ സംഘം മടങ്ങുന്നത്. പക്ഷേ പിന്നീട് ഒന്നും കേൾക്കാറില്ല. ഇതിനിടയിൽ നാടകീയമായൊരു സംഭവം ഉണ്ടാവുന്നു. തൃശ്ശൂരിൽ പുതിയ ലേബർ ഓഫീസർ വരുന്നു. MM ജോവിൻ എന്നു പേരുള്ള തൃശ്ശൂർ രൂപതാംഗമായ ഒരു ക്രിസ്ത്യാനിയാണ് പുതിയ ലേബർ ഓഫീസറായി വരുന്നത്. അദ്ദേഹത്തിന് നേഴ്സുമാരുടെ ബുദ്ധിമുട്ടറിയാമായിരുന്നു. അദ്ദേഹം അമലയിൽ പരിശോധന നടത്തുന്നു. അമല മാനേജ്മെന്റിനോട് നിർബന്ധപൂർവ്വം സമരം അവസാനിപ്പിച്ച മതിയാവൂ എന്ന് താക്കീത് കൊടുക്കുന്നു. മന്ത്രിയുമായി ചർച്ച നടത്തിയിട്ട് വഴങ്ങാതിരുന്ന അമല മാനേജ്മെന്റ് ഒടുവിൽ ലേബർ ഓഫീസറുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കുന്നു. 3 കാര്യങ്ങൾ അവർ ലേബർ ഓഫീസറുടെ മുമ്പിൽ സമ്മതിക്കുന്നു. 4,000 മുതൽ 6,000 രൂപ വരെ ശമ്പള വർധനവ് നൽകാം. സമരം നടത്തിയ നേഴ്സുമാരുടെ മേൽ പ്രതികാര നടപടി ഉണ്ടാവില്ല. സർക്കാർ മിനിമം വേതനം പ്രഖ്യാപിക്കുമ്പോൾ എതിർപ്പില്ലാതെ അംഗീകരിക്കാം. മാനേജ്മെന്റും ലേബർ ഓഫീസറും ഇക്കാര്യത്തിൽ ധാരണയായപ്പോൾ ലേബർ ഓഫീസർ UNAയെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. ഈ 3 നിബന്ധനകൾക്കും UNAയും വഴങ്ങുന്നു. UNA എഗ്രിമെന്റ് എഴുതി കൊടുക്കുന്നു. ലേബർ ഓഫീസർ ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് UNAയ്ക്ക് കത്ത് കൊടുക്കുന്നു. ഇതോടുകൂടി സമരം പിൻവലിച്ചതായി പ്രഖ്യാപിക്കുകയാണ് UNA. പൊടുന്നനെ കാശ് പിരിക്കാൻ വേണ്ടി ഇപ്പോൾ കാനഡയിലെത്തിയിരിക്കുന്ന മാർ ആൻഡ്രൂസ് താഴത്ത് രംഗത്തിറങ്ങുകയും അമല മാനേജ്മെന്റിനെ സമ്മർദ്ദത്തിലാഴ്ത്തുകയും ചെയ്യുന്നു. അമല മാനേജ്മെന്റും ജൂബിലി മാനേജ്മെന്റും സംയുക്തമായി പത്രസമ്മേളനം നടത്തി ഒത്തുതീർപ്പ് നിഷേധിക്കുന്നു. വഞ്ചിക്കപ്പെട്ട UNA രാപ്പകൽ സമരം പ്രഖ്യാപിക്കുകയും ആശുപത്രിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കാനുള്ള ആലോചനകളിലേക്ക് കടക്കുകയും ചെയ്തു. പിറ്റേ ദിവസം തൃശ്ശൂർ ലേബർ ഓഫീസർ ജോവിൻ വീണ്ടും അമല മാനേജ്മെന്റുമായി കാര്യങ്ങൾ സംസാരിക്കുന്നു. അമല മാനേജ്മെന്റ് വീണ്ടും നിലപാട് മാറ്റുന്നു. തൃശ്ശൂർ രൂപതാധ്യക്ഷന്റെ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് തലേദിവസം ഒപ്പിട്ട ആ എഗ്രിമെന്റിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുന്നു. ഔദ്യോഗികമായി UNA പ്രതിനിധികളുമായി മാനേജ്മെന്റ് ചർച്ച നടത്തുന്നു. എഗ്രിമെന്റിൽ ഒപ്പിടുന്നു. അമല ശമ്പള വർധനവും സമ്മതിക്കുന്നു. UNA സമരം പിൻവലിക്കുന്നു. ഇവിടെ പണി കിട്ടിയത് അഹങ്കാരിയായ മാർ ആൻഡ്രൂസ് താഴത്തിനും താഴത്തിന്റെ എല്ലാ വൃത്തികേടുകൾക്കും ഓശാന പാടുന്ന ജൂബിലി ആശുപത്രിയിലെ മലയാളം ഇത്തിരി അറിയൂ എന്ന തരത്തിൽ വൻകിട മുതലാളിമാരെ പോലെ സംസാരിക്കുന്ന ജൂബിലി മാനേജർ അച്ഛനുമാണ്. അപ്പോൾ തന്നെ കുത്തിത്തിരിപ്പുമായി മാനേജർ അച്ഛൻ രംഗത്തെത്തി. ഈ 2026 ഏപ്രിൽ 1 മുതലേ അമല മെഡിക്കൽ കോളേജ് കൊടുക്കുന്ന ഈ സാലറി 2017 ഒക്ടോബർ മുതലേ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് കൊടുത്ത് വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 8-8.5 കൊല്ലത്തോളമായിട്ട് ഈ സാലറി ജൂബിലിയിൽ കൊടുത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ 2023 സീനിയോറിറ്റി അനുസരിച്ച് 8,000-ഓളം രൂപ നമ്മൾ ഇന്ററിം റിലീഫ് ഇടക്കാല ആശ്വാസമായും കൊടുത്തിരുന്നു. അപ്പോൾ ഇപ്പൊ വരുന്ന ഒരു സംശയം, ഇപ്പോൾ ഏകദേശം ഒരേ സാലറി സ്കെയിൽ കൊടുക്കുന്ന അമലയും ജൂബിലിയും അതിലെ അമലയിലെ സമരം പിൻവലിക്കുകയും ജൂബിലിയിൽ അതേ സാലറി സ്കെയിൽ കൊടുക്കുന്ന ജൂബിലിയിൽ സമരം പിൻവലിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ
അതിന് പിന്നിലെ മറ്റു ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട്. അച്ഛൻ ചോദിക്കുകയാണ്, അമല ഇപ്പോൾ കൊടുക്കാമെന്ന് സംബന്ധിച്ച ശമ്പളം ജൂബിലി നേരത്തെ തന്നെ കൊടുക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് സമരമെന്ന്. എന്നിട്ട് സൈബർ ഇടത്തിൽ നുണപ്രചരണം വീണ്ടും അഴിച്ചുവിടുന്നു. മാർ ആൻഡ്രൂസ് താഴത്തിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിക്കുന്ന നിരവധി പെയ്ഡ് ഗ്രൂപ്പുകളിൽ ഒന്നിനെ ചോദ്യമാണ്, നേരത്തെ കൂട്ടിയ നേഴ്സുമാരുടെ ശമ്പളം ആനുകൂല്യവുമായിരുന്നു മറുനാടൻ്റെ പ്രശ്നമെങ്കിൽ പിന്നെ എന്തിനാണ് സഭയെയും സഭയിലെ പിതാക്കന്മാരെയും അധിക്ഷേപിച്ച് വാർത്ത ചെയ്തത്? നേരത്തെ കൂട്ടിയ നേഴ്സുമാരുടെ ശമ്പളവും ആനുകൂല്യമായിരുന്നു മറുനാടൻ്റെ പ്രശ്നമെങ്കിൽ പിന്നെ എന്തിനാണ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ വ്യക്തിഗത നടത്തി വാർത്തകൾ ചെയ്തത്? നേരത്തെ കൂട്ടിയ നേഴ്സുമാരുടെ ശമ്പളവും ആനുകൂല്യമായിരുന്നു മറുനാടൻ്റെ പ്രശ്നമെങ്കിൽ പിന്നെ എന്തിനാണ് സഭാ സ്ഥാപനങ്ങൾ സർക്കാർ പിടിച്ചെടുക്കണമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് വാർത്തകൾ ചെയ്തത്? നേരത്തെ കൂട്ടിയ നേഴ്സുമാരുടെ ശമ്പളവും ആനുകൂല്യമായിരുന്നു മറുനാടൻ്റെ പ്രശ്നമെങ്കിൽ പിന്നെ എന്തിനാണ് എറണാകുളം അങ്കമാലി വിമത വിഭാഗത്തിന് സപ്പോർട്ട് കൂടി സോഷ്യൽ മീഡിയയിൽ സഭാ നേതൃത്വത്തെ വെറുപ്പ് ക്യാമ്പയിൻ ചെയ്തത്? നേരത്തെ കൂട്ടിയ നേഴ്സുമാരുടെ ശമ്പളവും ആനുകൂല്യമായിരുന്നു മറുനാടൻ്റെ പ്രശ്നമെങ്കിൽ പിന്നെ എന്തിനാണ് ആശുപത്രിക്ക് നേരെ നടത്തേണ്ട സമരം ആർച്ച് ബിഷപ്പിന്റെ വസതിയിലേക്കും തൃശൂർ അതിരൂപത ആസ്ഥാനത്തേക്ക് നടത്തിയത്? നേരത്തെ കൂട്ടി നേഴ്സുമാരുടെ ശമ്പളവും ആനുകൂല്യമായിരുന്നു മറുനാടൻ്റെ പ്രശ്നമെങ്കിൽ പിന്നെ എന്തിനാണ് എറണാകുളം അങ്കമാലി വിമത വിഭാഗം ഗുണ്ടകൾ സഭയോടൊപ്പം നിന്ന് വൈദികനെ കുർബാന മധ്യേ ഉപദ്രവിക്കുന്ന വീഡിയോ വ്യക്തതയോടെ സഭയ്ക്കെതിരെ ഉപയോഗിച്ചത്? നേരത്തെ കൂട്ടി നേഴ്സുമാരുടെ ശമ്പളവും ആനുകൂല്യമായിരുന്നു മറുനാടൻ്റെ പ്രശ്നങ്ങൾ പിന്നെ എന്തിനാണ് ഇന്ത്യയിലും വിദേശത്തും ജോലി ചെയ്ത മുഴുവൻ നേഴ്സുമാരെയും സഭയ്ക്കെതിരെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുകയും അവർ ഭാവിയിൽ സഭയ്ക്ക് നേർച്ചകളും മറ്റ് സംഭാവനകളും ചെയ്യരുതെന്ന് പ്രസ്ഥാനം നടത്തുകയും ചെയ്തത്? ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഒന്ന്, ഇതിനെ എറണാകുളം അങ്കമാലി രൂപത സഭാ പ്രശ്നമായി കൂട്ടിക്കുഴയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എറണാകുളം അങ്കമാലി രൂപതയിലെ സഭാ പ്രശ്നത്തിലെ എൻ്റെ നിലപാട് എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാവുന്നതാണ്. ലോഹയിട്ട പിശാചുകൾ എന്നിവരെ വിളിച്ചാണ് ഞാൻ വിമത വിഭാഗത്തെ അധിക്ഷേപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് നിങ്ങളുടെ പല കുത്തിത്തിരിപ്പിൽ ഒന്ന് മാത്രമാണ്. എന്നാൽ കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നേരത്തെ കൂട്ടിയ ശമ്പളത്തിന് വേണ്ടിയാണ് സമരം ചെയ്തതെന്ന്. രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്തരം കുത്തിത്തിരിപ്പുകാരെ തിരിച്ചറിയാനുള്ള വിവേകം നേഴ്സിംഗ് സമൂഹത്തിനുണ്ട് എന്നതാണ് ആദ്യത്തേത്. മാർച്ച് 8-ാം തീയതിയാണ് UN സമരം തുടങ്ങുന്നത്. ഏപ്രിൽ ശമ്പളം കൂട്ടി എന്നാണ് ഇവർ പറയുന്നത്. ഈ ഏപ്രിൽ മാസത്തിൽ ശമ്പളം കൂട്ടിയ വിവരം മാനേജ്മെൻറ്റ് സമരത്തിലിരിക്കുന്നവർ അറിയിച്ചോ? ഇല്ല. ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ ആക്രമിച്ചുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ ഏപ്രിൽ ശമ്പളം കൂട്ടിയെന്ന്? അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എന്താണ് ഇതുവരെ ഏപ്രിൽ ശമ്പളം കൂട്ടിയ കാര്യം പറയാതിരുന്നത്? എന്തുകൊണ്ടാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും ഞങ്ങൾ ശമ്പളം കൂട്ടിയിട്ടുണ്ട് പിന്നെന്തിനാണ് സമരം ചെയ്യുന്നത് എന്ന് ചോദിക്കാതിരുന്നത്? ഇത് തട്ടിപ്പാണ്, മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പാണ്. 10,000 രൂപ ആവശ്യപ്പെട്ടു, ചർച്ച നടത്തിയാൽ അത് കുറയ്ക്കും. എല്ലായിടത്തും അങ്ങനെയായിരുന്നു. ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ശമ്പള വർധന ഉള്ളതായി ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ശമ്പള വർധന നടപ്പിലാക്കിയെന്നത് സത്യമായിരിക്കാം. അതാർക്കാണ്? സമരത്തിൽ പങ്കെടുക്കാത്ത കരിങ്കാലികൾക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന രീതി പണ്ടേയുണ്ട്. അത് അവർക്ക് കൊടുത്തിരുന്നു, അത് മെയിൽ കിട്ടിയിരുന്നു. അത് പക്ഷേ എല്ലാവർക്കും ബാധകമല്ല. സമരത്തിൽ പങ്കെടുക്കാത്തവർക്ക് ആ ശമ്പളം എല്ലാവർക്കും ബാധകമാണെന്നും സമരം നടത്തിയവരെ അച്ചടക്ക നടപടി ഉണ്ടാവില്ല എന്നുമുള്ള പ്രഖ്യാപനമാണ് ഈ സമരത്തിൻ്റെ വിജയം. ഈ സമരം പ്രഖ്യാപിച്ചിരുന്നില്ലെങ്കിൽ ശമ്പള വർധന ഉണ്ടാവുമായിരുന്നില്ല. സമരത്തെ പൊളിക്കാൻ വേണ്ടി കൊടുത്തിരുന്ന ശമ്പള വർധനവ് സമരം നിർത്തുമ്പോൾ പിൻവലിക്കുമായിരുന്നു. ഇപ്പോൾ ആ ശമ്പള വർധനവ് എല്ലാവർക്കും നടപ്പിലാക്കിയിരിക്കുന്നു. ഇതാണ് സമര വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ നുണ പ്രചരിപ്പിച്ച് നേടിയെന്ന് കരുതരുത്. മാനേജ്മെൻറ്റ് മുട്ടുമടക്കിയത് കൊണ്ട് തന്നെയാണ് നേഴ്സുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അമലയിൽ പുതുതായി വർദ്ധിപ്പിച്ച ശമ്പളം ജൂബിലിയിൽ നേരത്തെ തന്നെ കൊടുക്കുന്നുണ്ടെന്ന്. ജൂബിലി സാങ്കേതികമായി 800 ബെഡിന് കൂടുതൽ ആശുപത്രിയാണ്. അതിൻ്റെ ശമ്പള സ്കെയിലല്ല 600 ബെഡിലുള്ള ആശുപത്രി. അമല 600 ബെഡിൽ കൂടുതൽ ആശുപത്രിയായാണ് കണക്കി കാണിച്ചിരുന്നത്. UN നേരത്തെ മുതൽ പറയുന്നുണ്ട് 800 ബെഡുണ്ട് കാണിക്കണമെന്ന്. ഈ സമരത്തിൻ്റെ ഭാഗമായി അമല അത് സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോൾ 4,000 മുതൽ 6,000 രൂപ അവർ വർദ്ധിപ്പിച്ചല്ലോ. പക്ഷേ ഇനി മിനിമം വേജ് പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം അവരുടെ കാറ്റഗറി ഉയർന്നു എന്ന് വെച്ചാൽ ജൂബിലി അതേ കാറ്റഗറിയിലേക്ക് വന്നു. ഇതൊരു വലിയ വിജയമാണ്. അതായത് നേരത്തെ മുതൽ ജൂബിലി 800 ബെഡിലധികമുള്ള ആശുപത്രി കാറ്റഗറി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിരുന്ന UNAയുടെ ആവശ്യം ഇപ്പോൾ അമല അംഗീകരിച്ചിരിക്കുന്നു. ഇടക്കാല വർധനമുണ്ടായി. അതുപോലെ തന്നെ ഇനി സർക്കാർ ശമ്പള പരിഷ്കരണം വരുമ്പോൾ കൂടിയ ശമ്പള വർധന ഉണ്ടാവും. ഇത് സമരത്തിൻ്റെ വലിയ വിജയമാണ്. ഈ വിജയത്തെ അംഗീകരിക്കാൻ കഴിയാതെ നിങ്ങളിങ്ങനെ നുണ പറഞ്ഞിട്ട് കാര്യമില്ല. ജൂബിലി ഡയറക്ടർ അച്ഛൻ മാർ ആൻഡ്രൂസ് താഴത്തിനൊപ്പം നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ട് സാരമില്ല, ആ പണി തുടരട്ടെ. പക്ഷെ അത് കേട്ടിട്ട് വിശ്വാസി സമൂഹമേ, നിങ്ങൾ ഈ വിവരക്കേടിൽ വീണുപോകരുത്. അരമനയിലേക്ക് മാർച്ച് ചെയ്തത് എന്തിനാണെന്ന് ചോദ്യത്തിന് ഉത്തരം നേരത്തെ പറഞ്ഞതാണ്. ജൂബിലി ആശുപത്രി ചെയർമാനാണ് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്. അദ്ദേഹത്തിൻ്റെ പിടിവാശി മൂലമാണ് സമരം നീണ്ടുപോകുന്നത്. ഇപ്പോഴും അമല നിവൃത്തികേട് കൊണ്ട് സമ്മതിച്ചു. എന്നാൽ ഇപ്പോഴും ജൂബിലി സമ്മതിക്കാതിരിക്കുന്നത് പിടിവാശി കൊണ്ടാണ്. അതുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. ഇനി അമല പിൻവലിച്ച സ്ഥിതിക്ക് ശക്തമായ സമരമുണ്ടാകും, കൂടുതൽ ശക്തമായ സമരമുണ്ടാവും. ജൂബിലി മാനേജ്മെൻറ്റിനെ കൊണ്ട് ശമ്പള വർധനവ് നടപ്പിലാക്കി മാത്രമേ സമരം അവസാനിപ്പിക്കൂ. എത്ര നുണ പറഞ്ഞാലും സാധിക്കില്ല. ഇപ്പോൾ ഏറ്റവും പുതിയൊരു ക്യാപ്സ്യൂളും ഇറങ്ങിയിട്ടുണ്ട്. നഴ്സുമാർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയില്ല. നിരവധി കേസുകൾ വന്നിരിക്കുന്നു. ജെയിംസ് അഴങ്ങാടൻ എന്നൊരുത്തൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പോലീസ് കേസ് എടുത്തില്ലെങ്കിലും സമരക്കാർക്ക് ഇനി വിദേശത്തേക്ക് രക്ഷയില്ല. എല്ലാ സോഷ്യൽ മീഡിയ സമരക്കാരെ നന്നായി എടുത്തു കാണിച്ചിട്ടുണ്ട്.
വിദേശ തൊഴിൽദാതാക്കൾ ഫോട്ടോ വെച്ച് തിരിച്ചറിയും. പോരാത്തതിന് മലനാടിനും മറുനാടനും എല്ലാം നാടിനും എല്ലാ സമരക്കാരും പ്രഭാഷണങ്ങൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവരുടെ കാര്യം കട്ടപ്പോക. നേഴ്സുമാർ വിദേശ സ്വപ്നങ്ങൾ തുലാസിൽ 300-ൽ പരം നേഴ്സുമാരുടെ പേരിൽ പോലീസ് കേസ്. വീഡിയോ ചിത്രങ്ങൾ പരിശോധിച്ച് കൂടുതൽ പേരെ തിരിച്ചറിയുന്നു. UNAയുടെ ഇത് കൊടും ചതി. എന്തൊരു തരം പ്രചരണമാണ്. സമരം നടത്തുമ്പോൾ കേസുണ്ടാവുക സ്വാഭാവികമാണ്, അത് സെറ്റിൽ ചെയ്യും. അതാണ് പതിവ് രീതി. ഇനി കേസുണ്ടായി വിദേശത്ത് പോകാൻ പറ്റത്തില്ലെന്ന് ആരാ പഠിപ്പിച്ചത്? 100-ലധികം കേസുള്ള ഞാൻ ഈ വീഡിയോ ചെയ്യുന്നപ്പോൾ വിദേശത്തു നിന്നാണ്, ബ്രിട്ടനിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങോട്ട് ബ്രിട്ടനിലേക്ക് എത്തിയത്. എന്തിനാണ് ഈ നുണപ്രചരണം നടത്തുന്നത്? ജാസ്മിൻ ഷാ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി നേഴ്സുമാർ വിദേശത്തേക്ക് പോകണമെങ്കിൽ ജെയിംസിൻ്റെ കയ്യിൽ നിന്ന് പ്രത്യേക സർട്ടിഫിക്കറ്റ് വാങ്ങണം. സമരം അവസാനിച്ചതിൽ ഏറ്റവും സങ്കടമുള്ള ഒരു കൂട്ടരുണ്ട്. അവർ കരച്ചിലാണ്. അവരുടെ ന്യായീകരണ പോസ്റ്റുകളാണ് ഫേസ്ബുക്ക് നിറയെ. മിനിയാന്നുണ്ടായ സന്തോഷം ഇന്നലെ തീർന്നതോടെ ന്യായീകരണത്തിൻ്റെ വിവിധ തലങ്ങൾ നാം കാണുകയാണ്. അതിലേറ്റവും രസകരമായ പോസ്റ്റാണിത്. പ്രിയ ജെയിംസ്, UNAയുടെ ആദ്യത്തെ സമരമിരുത്. ഞങ്ങളുടെ സമരങ്ങളിൽ ഒരു ചില്ല് പോലും വീണയുടയാറില്ല, ആക്രമണങ്ങൾ ഉണ്ടാവാറില്ല, പൊതുമുതൽ നശിപ്പിക്കാറില്ല, തികച്ചും സമാധാനപരമായ സമരം നടത്തുന്നവർ. ജൂബിലി അമല സമരത്തിൽ മാത്രമല്ല 2026 ഫെബ്രുവരി മുതൽ ഞങ്ങൾ നടത്തിയ സമരങ്ങളിൽ എടുത്തതെല്ലാം പെറ്റി കേസുകൾ, അതും നേതാക്കൾക്കെതിരെ. പോലീസ് എടുത്ത കേസുകൾ സർക്കാരിന് പിൻവലിക്കാനോ കോടതിയിൽ തീർക്കാനോ സാധിക്കുന്ന നിസ്സാര വകുപ്പുകൾ. വിദേശ തൊഴിൽദാതാക്കൾ ഈ സമരത്തോടൊപ്പമാകും. 15 വർഷത്തിൽ ഈ സംഘടനയിൽ സമരത്തിന് നേതൃത്വം നൽകിയ ഞങ്ങളുടെ തീപ്പൊരി സംഘടനാ നേതാക്കൾ മിക്കവരും ഇന്ന് ലോകമെങ്ങും വിവിധ രാജ്യങ്ങളിൽ തൊഴിലെടുക്കുന്നു. മിക്കവരും ആ രാജ്യങ്ങളിൽ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നു. അതിനാൽ സമരത്തിൽ പങ്കെടുത്തവരുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ആധിയാകേണ്ട. സഹപ്രവർത്തകർ അമലയിൽ സമരം അവസാനിച്ച പശ്ചാത്തലം സഹിക്കാത്ത കുറച്ചുപേർ അവരുടെ കരച്ചിൽ തുടരും. നേഴ്സുമാരുടെ തൊഴിൽ നഷ്ടപ്പെട്ട് കാണണം, അവരുടെ ഭാവി തൊലിയുന്നത് കണ്ട് സന്തോഷിക്കാനും UNA തകർന്നു കാണാനും ആഗ്രഹിച്ചവരാണ്. അവർ കരയട്ടെ. UNAയും ആശുപത്രി മാനേജ്മെൻറ്റുകളും ധാരണയാവുന്നതോടെ നാം നമ്മുടെ തൊഴിലിലേക്ക് മടങ്ങും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം സംഘടന ശക്തമായി ഇടപെടും. പ്രശ്നങ്ങളില്ലാത്തിടങ്ങളിൽ മികച്ച സൗഹാർദ്ദാന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും. പണ്ടുള്ളവർ പറയുന്ന പോലെ കുരയ്ക്കുന്ന പട്ടിയെ നാം മൈൻഡ് ചെയ്യേണ്ടതില്ല, അത് കുറച്ചു കഴിഞ്ഞ് തനിയെ നിർത്തിക്കൊള്ളാം. അമല 800+ കിടക്കകളാക്കിയതുപോലും സമര നേട്ടമാണ്. സമരം തുടങ്ങി 1 മാസം കഴിഞ്ഞാണെങ്കിലും ഏപ്രിൽ പല വാർഡുകളിലും അടച്ചിട്ട സമയത്ത് പോലും 800+ കാറ്റഗറിയിലേക്ക് അമല ആശുപത്രി ഉയർത്താൻ മാനേജ്മെൻറ്റ് കാണിച്ച ആത്മാർത്ഥതയെ UNA സ്വാഗതം ചെയ്യുന്നു. തൊഴിലെടുത്ത് തങ്ങളുടെ ജീവനക്കാർക്ക് മികച്ച ശമ്പളം ലഭിക്കാൻ നടപടിയെടുത്ത അമല മാനേജ്മെൻറ്റ് മികച്ച സ്ഥാപനമൊക്കെ ഉയർത്താൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും. സ്ഥാപനത്തിൽ മികച്ച വരുമാനവും വളർച്ചയും ഉണ്ടായെങ്കിൽ മാത്രമേ ജീവനക്കാർക്ക് മികച്ച ശമ്പളം ലഭിക്കുകയുള്ളൂ എന്ന് ബോധ്യം UNAയ്ക്കുണ്ട്. അമലയ്ക്കും UNAയ്ക്കും ഇല്ലാത്ത വൈഷമ്യം വഴിപോക്കർക്കുണ്ടാകുന്നതിന് കാരണമെന്താകും? എന്തായാലും UNA ഇവിടെ തലയുയർത്തി തന്നെ ഉണ്ടാകും. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് കേരളത്തിൽ നിന്നും മണൽ കൊണ്ടുപോകേണ്ടതില്ല എന്നും UNAയുടെ വിമർശനം ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും കുത്തിത്തിരിപ്പുകാരെ, നിങ്ങൾക്കിനി ഇത്തരം നുണകളൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം. അമല മാനേജ്മെൻറ്റ് ശമ്പളം കൂട്ടിയത് UNA സമരം നടത്തിയതുകൊണ്ട് മാത്രമാണ്. സമരത്തെ പൊളിക്കാനായിരുന്നു ആദ്യം സമരത്തിൽ പങ്കെടുക്കാത്തവർക്ക് അവർ ശമ്പളം കൂട്ടിക്കൊടുത്തത്. ആ ശമ്പള വർധനവ് ഇപ്പോൾ സമരത്തിൽ പങ്കെടുത്തവർക്കും കൊടുത്തിരിക്കുന്നു. അമല മാനേജ്മെൻറ്റിന് കാര്യം പിടികിട്ടി. ജൂബിലിക്ക് ഏറെ വൈകാതെ കാര്യം പിടികിട്ടും. അധ്വാനിക്കാതെ വിയർപ്പൊഴുക്കാതെ സഭാവിശ്വാസികളുടെ ചെലവിൽ കെട്ടിപ്പൊക്കെ ആശുപത്രിയാണ് ജൂബിലി എന്നതുകൊണ്ടാണ് മെത്രാൻ്റെ ശിങ്കിടികളും ഇത്രയേറെ അഹങ്കാരം കാണിക്കുന്നത്. സഭാവിശ്വാസികൾ തന്നെ നിങ്ങളെക്കൊണ്ട് തിരുത്തിക്കുന്ന കാലം വിദൂരമല്ല. സമരം മുറുക്കുകയാണ്. നിങ്ങളെക്കൊണ്ട് തെറ്റ് തിരുത്തിച്ചിട്ടേ ഇത് അവസാനിക്കൂ.